ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു ബീൻ പേസ്റ്റ് വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവറൊക്കെ ചെയ്യാൻ പഠിക്കുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം നമ്മൾ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ വിപ്പിഡ് ക്രീമോ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് മെൽട്ടാവും. കാരണം നമ്മുടെ കയ്യിൻ്റെ ചൂടിനെ തട്ടിയാൽ മതി, കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ മെൽട്ടാവും. കാരണം ഈ ഫ്ലവറൊക്കെ ചെയ്യാൻ നല്ല പ്രാക്ടീസുമാണ് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ ഒരു പേസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഇത് മെൽട്ടായി പോവില്ല. എത്ര ചൂടായാലും അതുപോലെ തന്നെ എത്ര സമയം വെച്ചാലും ഇത് മെൽട്ടാവില്ല. ഈ ഒരു ഇതിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും വരച്ച് പഠിക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വൈറ്റ് ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇതിനിപ്പോൾ 1 കിലോയ്ക്ക് ഏകദേശം 9 dirhamsൻ്റെ അടുത്തേ വരുന്നുള്ളൂ. ഇത് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ കളറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം, എന്നാലേ നമുക്കത് അതിൻ്റെ ആ തൊലിയും അതിൻ്റെ അകത്തെ പരിപ്പും പെട്ടെന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ്, നല്ല വെള്ള കളറാണ്. അപ്പോൾ ഇത് കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതുപോലെ ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാൻ. ഒരു രാത്രി മുഴുവൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി വേർതിരിച്ച് മാറ്റാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തുള്ള പരിപ്പ് നമുക്ക് സെപ്പറേറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും തൊലി കളഞ്ഞെടുക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിലുള്ള ഫുള്ള് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്ന് നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കണം. കാരണം നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് റോസൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ തരി ഉണ്ടാകുമ്പം ആ നോസിലെ കൂടി പുറത്തേക്ക് വരാൻ പാടായിരിക്കും. കാരണം റോസിൻ്റെയൊക്കെ നോസിൽ വളരെ ചെറുതാണ്, അതായത് തിക്നെസ് കുറവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് നല്ലോണം വറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവും. കാരണം എന്നാലേ നമുക്ക് ഫ്ലവറൊക്കെ വരക്കുന്ന സമയത്ത് പെറ്റലൊക്കെ നല്ല സ്റ്റഡിയായി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് കൈയെടുക്കാതെ ഇളക്കണം, കാരണം പെട്ടെന്ന് ഇത് കട്ട കെട്ടിപ്പോവും. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഒരുപാട് സമയം എടുക്കുകയൊന്നും ചെയ്യില്ല. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വറ്റി റെഡിയായി കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി ഹാർഡായി കിട്ടും. നമ്മുടെ ബട്ടർ ക്രീമൊക്കെ പോലെ നല്ല നമുക്ക് ഫ്ലവറൊക്കെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലായി കിട്ടും. ഇതാണ് ഇതിൻ്റെ ആ ഒരു പാകം. ഇതിന് നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് കളറൊക്കെ ആഡ് ചെയ്ത് ഫ്ലവർ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കട്ടയില്ലെന്ന് ഉറപ്പ് വരുത്തുക. കാരണം കട്ട ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലവർ നമുക്ക്
വിചാരിച്ച പോലെ ശരിയായി കിട്ടില്ല. ഇതിപ്പോൾ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നന്നായിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. ഒരാഴ്ച നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കളറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഇതിൻ്റെ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ പച്ച കളറാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാൻ ഞാനിവിടെ പച്ച കളറാണ് ചെയ്യുന്നത്. അതുപോലെ പിങ്ക് കളറും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രീൻ കളർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ കളറും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വിൽട്ടൻ്റെ പിങ്ക് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1-2 ഡ്രോപ്സ് മതി. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രൂവറോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മുക്കി ചെയ്താൽ മതി. പിന്നെ ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ വിൽട്ടൻ്റെ 104 നോസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റോസാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് നിറച്ച് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് പച്ചയാണ് ഇടുന്നത്. ഇനി ബാക്കി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിങ്കും കൂടി ഇട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പൈപ്പിംഗ് ബാഗും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഫ്ലവർ നെയിലെടുത്ത് ഇതിലേക്ക് റോസ് വരച്ചെടുക്കാം. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുക. കാരണം അവർക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇപ്പം മെൽട്ടാവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇത് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കേക്കിൻ്റെ മേലൊന്നും വെച്ച് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റും ഒരു കോമ്പിനേഷനും ഇല്ല. അതിന് നമ്മളെ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ വിപ്പിഡ് ക്രീമോ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികൾ അതുപോലെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. താങ്ക്